താര ഒന്ന് ക്യാബിനിലേക്ക് വരാമോ? ആ എന്താ സാർ? വാ ഇരിക്കും. ഞാൻ വിളിപ്പിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മനുവിൻ്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ്. അതന്നെ സാർ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നേ. ആ എനിക്കറിയാം, പക്ഷെ എനിക്ക് താരയോട് മാത്രമായിട്ട് ചിലത് സംസാരിക്കാനുണ്ട്. എന്താ? അതായത് താര ഈ ഓഫീസിൽ പുതിയ ആളാണ്, മറ്റുള്ളവരെല്ലാം കമ്പാരിറ്റീവ്ലി കുറച്ച് കാലമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരുമാണ്. അപ്പം മനുവിന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ താരയുടെ രീതിക്കും കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ സാർ? വേറൊന്നുകൊണ്ടല്ല, ഇവിടെ മറ്റുള്ളവരാരും മറച്ചു വയ്ക്കുന്ന ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല സാർ, നമ്മളെപ്പോലെ തന്നെ അവർക്കും മനുവിന് എന്താ സംഭവിച്ചതെന്ന് അറിയുന്നു തോന്നുന്നില്ല. ആ പറഞ്ഞാൽ ശരിയായിരിക്കാം, പക്ഷെ താരയുടെ തരത്തിൽ കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മായ ഒന്ന് ഒബ്സർവ് ചെയ്തോ. എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ മായയുടെ വായിൽ നിന്ന് ആദ്യം കിട്ടും. അധികം രഹസ്യം ഒളിപ്പിച്ച് വയ്ക്കാനുള്ള ശേഷിയൊന്നും അതിനില്ല, അറിയാലോ. ആ പറഞ്ഞ ശരിയാ സാർ, ഞാൻ ശ്രദ്ധിക്കാം. എന്തായാലും മനുവിന്റെ കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിച്ചേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ, എന്നാ താര പൊയ്ക്കോളൂ, ഞാൻ ലഭിക്കാം. ഓക്കെ സാർ. ശരി. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഒന്ന് എത്രയും പെട്ടെന്ന് പരിഹരിച്ചാൽ മതിയായിരുന്നു. ഞെട്ടിക്കാനായിട്ട് നിൽക്കുകയാണ്. എന്താ നിന്റെ പ്രശ്നം? അതന്നെ എനിക്ക് അറിയാനുള്ളത്. എന്തറിയാൻ? എന്താ ശരിക്കുള്ള പ്രശ്നമെന്ന്. എന്ത് പ്രശ്നം? മനുവിന് എന്താ സംഭവിച്ചേ? മനുവിന് എന്ത് സംഭവിച്ചു എന്നറിയാനല്ലേ നമ്മളെല്ലാവരും കൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ വേണം. കൃത്യമായിട്ടുള്ള ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ താൻ നേരെ പോയി മനുവിൻ്റെ അടുത്ത് ചോദിക്കുക. അല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയാനാ? അത് കൊള്ളാം. മായക്ക് എല്ലാം അറിയാം. എല്ലാം അറിയാൻ ഞാൻ എന്താ ദൈവോ? മായേ, ഞാൻ ഇവിടുത്തെ പുതിയ ആളാണെന്ന് വിചാരിച്ച് മായനോട് തുറന്നു പറയാൻ മടിക്കണ്ട. പറ, എന്താ ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം? നമ്മുടെ ഓഫീസിലെ ഇപ്പോഴത്തെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. പറ, എന്താ? നീ തന്നെ. നീ തന്നെ. നീ ഓഫീസിലേക്ക് വന്നതിന് ശേഷമാണല്ലോ ഈ ഓഫീസിൽ എത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞാരെ, നീ ഓഫീസിൽ കൂടോത്രം വെച്ചിട്ടില്ലേ? ഒന്ന് പോയേ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ അല്ലാണ്ട് പിന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുള്ള ആളുകളോട് പോയി സംസാരിക്കണം. അല്ലാതെ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ അതിന് എന്ത് മറുപടി പറയാനാ? സത്യമായിട്ടും താരെ, ഈ വിഷയത്തിൽ എനിക്ക് ഒരു ധാരണയില്ല. സത്യമാണോ? പിന്നെ കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എന്തായി നിങ്ങളുടെ അന്വേഷണങ്ങളൊക്കെ? ജോൺ അറിഞ്ഞില്ലേ, നമ്മുടെ താരയുടെ ഇപ്പോഴത്തെ അന്വേഷണം നമ്മളെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് നടക്കുന്നത്. നമ്മളെ? അതൊരു അബദ്ധം പറ്റിയതാ. അല്ല, ഈ ശ്യാം എവിടെ പോയി? ഞാൻ കണ്ടില്ല. മനുവിനെയും കാണാനില്ലല്ലോ. ആണോ? എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. വന്നല്ലോ വനമാല, അടുത്ത സംശയം കൊണ്ട്. എന്താണാവോ? ഇതേ മനുവും ശ്യാമും ചേർന്നിട്ടുള്ള പ്ലാനിങ് ആണെങ്കിലോ? ബെസ്റ്റ്. അവർക്ക് അതിൻ്റെ ആവശ്യം എന്താ? അതുകൊണ്ട് അവർക്ക് എന്താ ബെനിഫിറ്റ്? അതൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇന്ന് രണ്ടുപേരെ ഇവിടെ ഈ ഓഫീസിൽ കാണാനില്ല. അതവരെന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയതായിരിക്കും. ഈ കാരണം വെച്ച് രണ്ടുപേരും നമുക്ക് സംശയിക്കാൻ പറ്റുമോ? അന്വേഷിക്കുമ്പോൾ നമ്മളെല്ലാവരെയും സംശയിക്കണം. അതെ, അത് കണ്ടായിരുന്നു കുറച്ച് മുന്നേ എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത്. അതൊരു അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞല്ലോ. താര അപ്പം പറഞ്ഞു വരുന്നത് ശ്യാമിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാമെന്നാണോ? തീർച്ചയായും. പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണം? അതിനു മുമ്പ് ഇവർ രണ്ടുപേരും എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, പക്ഷെ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എന്താ? വാ. എനിക്കറിയില്ല. ഞാൻ ക്യാബിനിൽ ഇരിക്കുമ്പോഴത്തേക്കും ശ്യാമിന്റെ നിലവിളി കേട്ട് നിങ്ങൾ കണ്ട കാഴ്ചയാണ് ഞാനും കണ്ടത്. എനിക്ക് അവനോട് ഞാൻ ഈ റിസപ്ഷനിൽ ഇരിക്കുന്നു. ഇവൻ ലിഫ്റ്റ് നിർത്ത് ഓടി വരെ കഴിച്ചുപിടി ഞെക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ ഓടി അകത്ത് കയറി. പിന്നീട് എന്നെ തള്ളിയോടി വെള്ളം നോക്കി. എനിക്ക് പദ്ധതികളൊക്കെ ഞാൻ പൊളിക്കും. ഈ മനുവാണ് നിങ്ങളൊക്കെ അറിയണം.
മനു എന്നോട് അവസാനമായിട്ട് പറയാം കുറെ ഓവറാവുണ്ട് ഇതോടെ നിർത്തിക്കോ നീ നിർത്തണം നിന്നെയൊക്കെ കൊന്നിട്ടല്ല ഞാൻ നിർത്താം വായ വെച്ച് നീ ചുമ്മാ ഇരുന്നോ അടിയിൽ ബോധം പോയതാ കുറച്ച് വെള്ളം തെളിച്ചാൽ മതി ഇതിനിടയിൽ വെള്ളം എടുക്കാൻ നീ എപ്പോ പോയി? അല്ല, മനുവിന്റെ ആദ്യത്തെ ആവശ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്ലൈമാക്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന്. അതുകൊണ്ട് പുള്ളി സംസാരിക്കുന്നത് വേഗം വെള്ളം തെളിച്ച് കളിക്ക്. ഇല്ല ഞാൻ പറഞ്ഞില്ല. മനു മനു എണീറ്റേടാ എണീക്ക് എണീക്ക് മനു ഓക്കെ അല്ലേ? എല്ലാവരും ഉണ്ടല്ലോ. സോറി സാർ, ഞാൻ ഡ്യൂട്ടി സമയത്ത് കുറച്ചു നേരം ഉറങ്ങിപ്പോയി. സാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കമ്പനിയുടെ പ്രപ്പോസൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ അതിലിരുന്നുകൊണ്ട് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. ഓഫീസിൽ വന്നപ്പോൾ തന്നെ കിളി പോയി ഉറങ്ങിപ്പോയി സാർ. ആ സാരമില്ല മനു. എന്നിട്ട് ശരിക്കും ഉറങ്ങിയല്ലോ അല്ലേ? ശരിക്കും ഉറങ്ങി സാർ. ഉറക്കത്തിനിടയ്ക്ക് എന്തൊക്കെ സ്വപ്നം കണ്ടെന്ന് അറിയോ? ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ ശ്യാമ് വന്നിട്ട് എന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇവൻ്റെ കൂടെ ചേർത്ത് എന്നെ കൊല്ലാൻ പദ്ധതി ഇടുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി അറിഞ്ഞ് എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് പ്രതികാരം വീട്ടാൻ വേണ്ടി നിങ്ങളെ തപ്പി ഇറങ്ങുന്നു. എല്ലാം ഒരു സിനിമ കഥ പോലെ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങളെ കാണിക്കായിരുന്നു. ഇനിയിപ്പോ എന്തിനാ റെക്കോർഡ് ചെയ്യണേ? എല്ലാവരും എല്ലാം ലൈവായിട്ട് കണ്ടു. എന്താ ഒന്നുമില്ല. അല്ല, മനു പറഞ്ഞത് കേട്ടപ്പോ തന്നെ എല്ലാം കൺമുന്നിൽ കണ്ട പോലെ തോന്നി എന്ന് പറഞ്ഞതാ. എന്തായാലും ഒന്ന് നടക്കട്ടെ, എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. ഉറങ്ങാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, ഒന്ന് വെള്ളം കുടിച്ചോ. എന്തോ ഇവിടെ ഒരു വേദന പോലെ. എനിക്ക് ശരി. ശരി. അല്ലെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? മനുവിന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഉറക്കക്കുറവ് കാരണം ഉണ്ടായ ഇൻസോംനിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഉറക്കക്കുറവ് കാരണം ഹാലൂസിനേറ്റ് ആയിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാണ്. പെട്ടെന്ന് അടി കിട്ടിയപ്പോഴേ ബ്രെയിൻ സ്ലീപ്പ് മോഡിലോട്ട് പോയി. ഇപ്പം മിക്കവാറും ആ ബെഞ്ചിന്റെ മുകളിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. കുഴപ്പമില്ല, ഉറങ്ങി എണീക്കട്ടെ. എണീക്കുമ്പോൾ എല്ലാം ശരിയാവും. അപ്പൊ ഉറക്കക്കുറവ് കൊണ്ട് സംഭവിച്ചാലേ ഇതൊക്കെ. എന്തായാലും ഒരു അടി കിട്ടിയപ്പോ എല്ലാം ശരിയായി. ഒരടിയുടെ കുറവോടെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇനി സമയം കളയണ്ട, ശരി, എല്ലാവരും പണി നടക്കട്ടെ. ഒരു മിനിറ്റ്. അതെ, ഒരു കാരണവശാലും അവനെ ഉണർത്താൻ ശ്രമിക്കണ്ട. നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ. എൻ്റെ പൊന്നു സാറേ, അവൻ വേണമെങ്കിൽ 6 മാസം കുമ്പർണൻ പോലെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഞാനൊരു പരിപാടിക്കില്ല. ഒന്ന് ഉണർത്താൻ ശ്രമിച്ചാൽ ഇപ്പോഴും മാറിയിട്ടില്ല. അത് കിട്ടിയതിന്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഉണ്ട് കേട്ടോ. സാറെന്താ ഉദ്ദേശിച്ചേ?